നിന്നെ ഞാൻ കൊണ്ടുവിടുന്നത് സ്ഥിരമായിട്ടാണെന്ന് തൽക്കാലം വീട്ടിലാരും അറിയണ്ട. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. എനിക്ക് കള്ളം പറയാനൊന്നും പറ്റില്ല. അല്ല ഹിറ്റ്ലറെ, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവിടുന്നേ? അതൊക്കെ എന്തിനാണെന്ന് നീ വഴിയെ മനസ്സിലാക്കും. വാ. അതെ, എനിക്ക് നിങ്ങളെ പോലെ കള്ളം പറയാനൊന്നും അറിയില്ല. ഞാനിവിടെ എല്ലാരോടും എന്ത് മറുപടിയാ പറയാ? ഞാനിപ്പോ ഒരു കാര്യം പറയും, അതിന് നീ തലകുലിക്കാൻ മാത്രം മതി. ചേച്ചി എന്താ അവിടെ നിൽക്കുന്നേ? വാ വാ. വാ ചേച്ചി. മോനെ ഇരിക്ക്. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? നാളെ ഞാൻ അമരാവതിയിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. അതിനു മുമ്പേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് വേഗം തിരിച്ചു പോണം. അയ്യോ, അതെന്ത് വർത്തമാനായി പറയുന്നത്? അശാലതെ, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിന്ന് അന്വേഷിക്കാന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. തീയതി കുറിച്ചു. അക്കാര്യം പറയാനാ ഞാൻ അമരാവതിയിലേക്ക് വരാനിരുന്നത്. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്തണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എന്റെ അനിയത്തിയുടെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടക്കണം. ഇയാൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഭാര്യ വേണ്ട, പിന്നെ എങ്ങനെയാ ഇവൾ ഹിറ്റ്ലറിന്റെ അനിയത്തിയാവുന്നത്? അധികം ആർഭാടങ്ങളൊന്നും വേണ്ടെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞു? കല്യാണത്തിന്റെ ആർഭാടങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. പ്രിയയുടെ കല്യാണം ഭംഗിയായിട്ട് കാണാനല്ലേ അങ്കിളിന്റെ ആഗ്രഹം. പണത്തിന്റെ കാര്യം ഓർത്ത് ഒരു വിഷമവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതല്ല മോനെ, അരികുമാരമേനോനും ഭാര്യയും കൂടി ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ആർഭാടങ്ങളൊന്നും അധികം വേണ്ടെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ഞങ്ങളതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഡേക്കയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അവരോട് ഞാൻ സംസാരിച്ചോളാം. എന്താ ജ്യോതിയുടെ അഭിപ്രായം? വിവാഹം ആർഭാടങ്ങളില്ലാതെ നടത്തണമെന്നാണോ? എന്റെ അഭിപ്രായം ആർഭാടങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ടെന്ന് തന്നെയാ. കാരണം ഇത് എന്നെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്റെ അനിയത്തിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ ജീവിതം കൊണ്ട് അവക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വേണ്ട. പണം എത്ര വേണമെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? എന്തായാലും കല്യാണം വരികയല്ലേ. ഒരു കല്യാണ വീടാവുമ്പോ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടായിരിക്കും. എനിക്ക് നേരിട്ട് വന്നു നിന്ന് എല്ലാം ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ തിരക്ക് കാരണം ഒന്നിനും കഴിയുന്നില്ല. അയ്യോ ചേട്ടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാശ് കൊടുത്ത എല്ലാം കിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ച പോരെ? കുറി അടിക്കുന്നത് മുതൽ അടുക്കള കാണൽ വരെ എല്ലാവരും നോക്കിക്കോളും. ഇനി വേണമെങ്കിൽ അച്ഛനെയും അമ്മയും വരെ അവര് കൊണ്ടുവന്ന് തരും. പണം കൊടുത്താ മതി. പണം കൊണ്ട് എല്ലാം നേടാൻ പറ്റുമെന്ന് വിചാരിക്കല്ലേ എന്റെ ഹിറ്റ്ലറെ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അത് കല്യാണത്തിന് മതി. അല്ലാതെ തന്നെ കാര്യങ്ങളുണ്ടല്ലോ. അത് കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാ. എനിക്ക് പകരം കല്യാണം കഴിയുന്നവരെ ജ്യോതിയോട് നിർത്താനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംശയിക്കണ്ട, ജ്യോതി തന്നെയാ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞത്. കേട്ടപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി. സ്വന്തം അനിയത്തിയുടെ കല്യാണമല്ലേ.
അതിന്റെ മേൽനോട്ടം വഹിക്കാനുള്ള അവകാശം ചേച്ചിക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാനും സമ്മതിച്ചു. എന്റെ ഹിറ്റ്ലറെ, നിങ്ങൾ എന്തൊരു ഭയങ്കരനാ! എന്തൊക്കെ കള്ളത്തരാ നിങ്ങൾ ഈ പറയുന്നേ? നട്ടാ കുരുക്കാത്ത നുണയെന്നൊക്കെ പറയുന്നത് ഇതാണോ ഹിറ്റ്ലറെ? നിന്റെ ഒരു കളിയും നടക്കില്ലടി. നിന്നെ ഇന്നിവിടെ വിട്ടിട്ടേ ഞാൻ പോകും. മോനെ, ഇപ്പൊ അത് വേണമെന്നില്ല. തീയതി കുറിച്ചല്ലേ ഉള്ളൂ. വേണമെങ്കിൽ കല്യാണം അടുപ്പിച്ച് കുറച്ച് ദിവസം വന്ന് നിന്നോട്ടെ. അത് ഞാനും പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേ, ഇവൾക്ക് ഒരേ നിർബന്ധമാ. അതുകൊണ്ടാ ജ്യോതിയെ കൊണ്ടുവന്നാക്കാൻ ഞാൻ വന്നത്. ജ്യോതി, ആ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നിന്റെ ആഗ്രഹം പോലെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ നേരിട്ട് തന്നെ ചെയ്യണം. പണത്തിന്റെ കാര്യത്തിൽ ഒരു വിഷമവും വിചാരിക്കണ്ട. ഇത് ഞാൻ ഒപ്പിട്ടൊരു ചെക്ക, തുക എഴുതിയിട്ടില്ല. ജ്യോതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിയെടുക്കാം. എന്നാ, തൽക്കാലത്തേക്ക് ആവശ്യത്തിനുള്ള പണം അച്ഛന്റെ കയ്യിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. ഇത് ചേട്ടൻ തന്നെ കൈ വെച്ചോ. അഭിനയിച്ചങ്ങ് ഓവറാക്കല്ലേ ചേട്ടാ. നിങ്ങളുടെ നഷ്ടപരിഹാരം എനിക്ക് വേണ്ട. വെച്ച ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം. എന്നാ പിന്നെ ചേട്ടൻ ചെന്നോ. കാര്യങ്ങളൊക്കെ ചേട്ടന്റെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ അങ്ങ് നടക്കട്ടെ. എന്നാൽ ഇതും കൂടി ഇരിക്കട്ടെ. വേണ്ട ചേട്ടാ, പണം കൊണ്ട് നേടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചേട്ടാ ഈ ലോകത്ത്. പിന്നെ ബാക്കിയൊക്കെ തീരുമാനിച്ച ആള് തന്നെ വന്നങ്ങ് നേരിട്ട് നടത്തിയാ മതി. എന്നാ ചേട്ടാ ചെല്ല്. എന്നാ ഇറങ്ങട്ടെ. ശരി ശരി. എന്തായാലും ഇന്നത്തോടെ ആ ടെൻഷൻ ഒഴിഞ്ഞു. നഷ്ടപരിഹാര തുക അവളുടെ അച്ഛനെ തന്നെ ഏൽപ്പിക്കാം. ഇത്രയും കാലം കൊണ്ടുവരുന്ന തലവേദന ഇനിയില്ല. ഇനി സമാധാനത്തോടെ ഉറങ്ങാം. നീ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശിവയുടെ കാര്യത്തിൽ അത് കുറച്ച് അധികമാവുന്നു എന്നെനിക്ക് മനസ്സിലായി. എന്ന് കരുതി അതൊന്നും നിനക്ക് അമരാവതിയിൽ നിൽക്കാനുള്ള ലൈസൻസ് അല്ല. നാളെ അവൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാ ഇപ്പൊ തന്നെ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവിടുന്നത്. മോളെ, DK പറഞ്ഞത് ശരിയല്ലേ? മോളെ കല്യാണത്തിന്റെ ആവശ്യത്തിന് ആയിട്ട് കൊണ്ടുവിട്ടതല്ലേ? അതെ അച്ഛാ, അത് കഴിയുമ്പോ ഞാൻ തിരിച്ചു പോവും. അപ്പോ മോളിങ്ങോട്ട് വന്നത് പത്മാവതി അമ്മ അറിഞ്ഞോ? അമ്മ മാത്രല്ല, എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്.
അച്ഛൻ വിഷമിക്കണ്ട. ഡിക്ക് എന്നെ ഉപേക്ഷിച്ചൊന്നുമല്ല. എന്നാലും ആ ചെക്ക് തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ഒരു വലിയ തുക എഴുതിയെടുക്കായിരുന്നു. ഈ അമ്മയുടെ ഒരു ആർത്തി. ആവശ്യത്തിനുള്ള കാശ് പോരെ അമ്മേ. അതല്ലടി, കുറച്ച് സ്വർണം കൂടി വാങ്ങായിരുന്നു. മമ്മി വിഷമിക്കണ്ട. മമ്മിയുടെ ആഗ്രഹം പോലെ ശരീരം നിറയെ സ്വർണ്ണ അണിഞ്ഞ് ഞാൻ ഇവളെ കല്യാണ പന്തലിൽ ഇറക്കും. എനിക്ക് വേണ്ടി എന്റെ ഭർത്താവ് അത് ചെയ്യും. ഈശ്വര, അത് മതി. ശാരദേ, നീ പ്രിയമോളെ കൊണ്ട് വേഗം അടുക്കളയിലേക്കല്ലേ. ജ്യോതിമോള് വന്ന ദിവസമല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക. ശല്ലേ, നിന്റെ മനസ്സിൽ കാണുന്നുള്ള സ്വർണം ജ്യോതിമോള് തരാന്ന് പറഞ്ഞല്ലോ. പ്രിയമോളെ. മോളെ, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലച്ചാ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എടോ ഹിറ്റ്ലറെ, കൊടും ചതിയാ താൻ കാണിച്ചത്. പൂച്ചക്കുട്ടിയെ കളയും പോലെ താൻ എന്നെ ഉപേക്ഷിച്ചു. അവളെവിടെ? ജ്യോതി എവിടെയെന്ന്? അവളുടെ വീട്ടിലുണ്ട്. വാട്ട്? അവിടെ വീട്ടിലോ? അതെ. സ്റ്റോപ്പ് മൈ സൺ. എന്തിനാ ജ്യോതി അവിടെ വീട്ടിൽ കൊണ്ടുവിട്ടത്? കുറച്ചു ദിവസത്തേക്ക് അവൾ അവിടെ നിൽക്കട്ടെ. മൈ ഗോഡ്, എന്തിന്? ഇതാരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിക്കണമെന്ന് തോന്നിയില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടത്? പറയടാ, ഇങ്ങനെ കൊണ്ടുവിടാൻ മാത്രം എന്ത് തെറ്റാ ജ്യോതി നിന്നോട് ചെയ്തത്? ടെൽ മീ. അതിപ്പോ തൽക്കാലം അമ്മ അറിയണ്ട. ഇനിയിപ്പോ എന്തായാലും അവളോട് കുറച്ചു ദിവസം നിൽക്കട്ടെ. ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ. അത് ഞാൻ വേണ്ട. അമ്മയുടെ സ്ഥിര നമ്പറും ബോധം കെടലും ഹാർട്ട് അറ്റാക്കും ഒന്നും വേണ്ട. എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റമില്ല. ദയവ് ചെയ്ത് അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഇറങ്ങ. താങ്ക് യു ശിവ. വാ. ഏട്ടാ, ജ്യോതി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ജ്യോതി പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇപ്പൊ ഏട്ടന് സന്തോഷമായില്ലേ? അമ്മ ഇങ്ങ് വന്നേ. എന്താ പോലെ? എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ എന്താ? വാ വാ അമ്മേ, വാ. വാ.
തോൽപ്പിക്കണമെന്ന് കരുതിയാണോ ഈ തിരിച്ചുവരവ്? അയ്യോ എന്റെ പൊന്നു ഹിറ്റ്ലറെ, ഞാൻ വരണോന്ന് തീരെ വിചാരിച്ചതല്ല. പക്ഷേ SK വന്ന് നിർബന്ധിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ വരുന്നില്ല നിങ്ങാനും പറഞ്ഞ അവിടെ വെച്ച് വയലന്റ് ആയാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ കൂടെയും കയറി പോന്നത്. ല്ലേ അപ്പൊ തിരിച്ചു വരുമ്പോ ഒന്ന് കൈപിടിച്ച് കയറ്റുന്നത് നല്ലതാ. എന്തായത് ചേട്ടാ, ഒരു കൈ തന്നെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. കൈ തന്നില്ലെങ്കിലേ അമ്മയോട് ഞാനിപ്പോ എല്ലാം വിളിച്ച് പറയും. നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് വിട്ടേന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ? പറയും. അമ്മേ, ഇനിയും ഇങ്ങനെ നല്ല നല്ല ആചാരങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറയണേ ഹിറ്റ്ലറെ. ഇപ്പൊ മനസ്സിലായില്ലേ ഭൂമി ഉരുണ്ടതാണെന്ന്? എന്നെ എങ്ങോട്ട് കൊണ്ടുവിട്ടാലും ഒടുവില് കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ വരും. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളുടെ വൈഫാ. യു ആർ മൈ ഹസ്ബൻഡ്. ഐ എം മിസ്സസ് ഹിറ്റ്ലർ. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി അല്ലേ ഹിറ്റ്ലറെ? മതി, ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടതല്ലേ? അതെ. കല്യാണം കഴിഞ്ഞ് ഞാൻ വന്ന് തിരിച്ചു വിളിച്ചോളാന്ന് പറഞ്ഞല്ലേ? ആണോ? അങ്ങനെ പറഞ്ഞോ? നിനക്കെന്താ ചെവിക്ക് വല്ല കേൾക്കുറവുണ്ടോ? ഏയ്, ഇതുവരെ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് നീ തിരിച്ചു വന്നത്? അത് പിന്നെ ശിവ വന്ന് നിർബന്ധിച്ചാ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ശിവ നിർബന്ധിച്ചു, ഞാൻ ഇങ്ങ് പോന്നു. അപ്പൊ ഞാൻ പറയുന്നതിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ ഞാൻ അർത്ഥം? വില കൽപ്പിക്കണമെങ്കിൽ കാരണം അറിയണം. എന്ത് കാരണം? നിങ്ങൾ എന്തിനാ എന്നെ വീട്ടിൽ കൊണ്ടു ചെന്ന് വിട്ടത്? അത് പറഞ്ഞാ തിരിച്ചു വന്നത് എന്തിനാന്ന് ഞാനും പറഞ്ഞേക്കാം. എനിക്ക് നിന്നോട് അങ്ങനെ കാരണം ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ബോധിപ്പിച്ചേ പറ്റൂ. നിങ്ങൾക്കിത് എന്താ പറ്റി ഹിറ്റ്ലറെ? മുഖത്തേക്ക് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഹലോ, എന്താ നിങ്ങളുടെ പ്രശ്നം? നീ എന്റെ പ്രശ്നം തീർക്കാൻ വന്നാണോ? ഭർത്താവിനൊരു പ്രശ്നം വന്നാ അത് തീർക്കേണ്ട ചുമതല ഭാര്യ എന്ന നിലയിൽ എനിക്കാണല്ലോ. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. എല്ലാം എന്റെ മനസ്സിലുണ്ട് ചേട്ടാ. അതൊക്കെ ഞാനെടുത്ത് പുറത്തിട്ടാണ്ടല്ലോ.
അമ്മയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ വേർക്കും. നീ ഇപ്പൊ തന്നെ തിരിച്ചു പോണം. പോവാം. നിങ്ങൾ പറയുന്ന ഏത് സമയത്തും ഞാൻ പോവാം. പക്ഷെ എനിക്കും കൂടി ദഹിക്കുന്ന ഒരു കാരണം അത് നിങ്ങൾ പറയണം. ആഹാ, കാരണം ബോധിപ്പിക്കാതെ നീ പോവില്ലേ? ഇല്ല. എന്നെ കൊണ്ടുവിടാനുള്ള കാരണം എന്താണെന്നറിയാതെ ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. പിന്നെ ശിവയ്ക്ക് ഞാനിവിടെ നിൽക്കണമെന്ന് ആഗ്രഹം. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, ശിവ സ്നേഹമുള്ളവനാ. എത്ര പെട്ടെന്നാ അവൻ ഈ ഏട്ടത്തിയുടെ രക്ഷകനായി എത്തിയത്. അതെ, ആദ്യം ശിവയുടെ രോഗം മാറട്ടെ. അതുവരെ ചേട്ടന്റെ മനസ്സിലെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ചേട്ടാ.